സൂപ്പർ ഫാസ്റ്റ് 100 ആരംഭിക്കുകയാണ്. നെടുമങ്ങാട് കോളേജിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയ കേസിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൾ അസീസിന്റെ ഫോണിൽ നിന്നാണ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത്. മൃതദേഹം കോളേജ് ഉടമയുടേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ DNA ടെസ്റ്റ് നടത്തും. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും അർജുൻ രാജ് ചേരുന്നുണ്ട്. അർജുൻ, എന്തൊക്കെയാണ് ഈ കുറിപ്പിലുള്ളത്? വിശദാംശങ്ങൾ എന്താണ്? ഗൗതം, ഇന്നലെയാണ് കോളേജിനുള്ളിൽ കോളേജ് ഉടമയായിട്ടുള്ള മുഹമ്മദ് അസീസിനെ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. പക്ഷേ ഇത് ഈ അസീസിന്റേത് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ DNA ടെസ്റ്റ് ഉൾപ്പെടെ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പോലീസ് സംശയിക്കുന്നത് ഇത് കോളേജ് ഉടമയായിട്ടുള്ള മുഹമ്മദ് അബ്ദുൾ അസീസിന്റെ മൃതദേഹം തന്നെയാണെന്നാണ്. പക്ഷേ പൂർണ്ണമായും കത്തിക്കരിഞ്ഞതിനാൽ തന്നെ ഇത് ഒറ്റ പരിശോധനയിൽ നമുക്ക് ആളാരാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളുടെ ഉൾപ്പെടെ രക്തസാമ്പിളുകൾ ശേഖരിക്കും. DNA ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ മാത്രമാണ് മൃതദേഹം ആരുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിയും. പക്ഷേ ഇത് ഈ കോളേജ് ഉടമയായിട്ടുള്ള മുഹമ്മദ് അസീസിന്റെ തന്നെയാണെന്ന് സംശയിക്കത്തക്ക തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മൃതദേഹം കത്തിക്കരിഞ്ഞ സ്ഥലത്ത് തന്നെ കോളേജ് ഉടമയായിട്ടുള്ള അബ്ദുൾ അസീസിന്റെ ഫോണും കണ്ണടയും ഉണ്ടായിരുന്നു. ഈ ഫോണിൽ നിന്ന് ഫോൺ പരിശോധിച്ചപ്പോഴാണ് അതിനകത്ത് ഒരു ആത്മഹത്യാക്കുറിപ്പിന്റെ ചിത്രം, ഫോട്ടോ കണ്ടത്. അതിനകത്ത് പറയുന്നത് ഇപ്പോൾ തനിക്ക് കുറെ കടബാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഈ കുറിപ്പിൽ ഉണ്ട്. അത് നേരത്തെ ഈ കോളേജ് ഉടമയായിട്ടുള്ള അബ്ദുൾ അസീസ് എഴുതിയ കുറിപ്പാണ്. അതിനുശേഷം ഫോട്ടോ എടുത്ത് ഫോണിൽ സൂക്ഷിച്ചിരുന്നുവെന്നാണ് DYSP വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറെ കുറെ സംശയിക്കുന്നത് ഈ മൃതദേഹം അബ്ദുൾ അസീസിന്റെ തന്നെയാണെന്നാണ്. പക്ഷേ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ എന്തായാലും പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ സ്ഥിരീകരണത്തിനായിട്ടാണ് DNA ടെസ്റ്റ് നടത്തുന്നത്. മറ്റ് ദുരൂഹതകൾ ഇക്കാര്യത്തിൽ ഉണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഗൗതം, തിരുവനന്തപുരത്ത് നിന്നും അർജുൻ രാജാണ് വിവരങ്ങൾ നൽകിയത്.